വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് കറന്റ് അഫയേഴ്സ് നോക്കിയാലോ. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൌൺസിലിന്റെ സിഇഒ ആയി നിയമിതനായത് സഞ്ജോഗ് ഗുപ്ത. സഞ്ജോഗ് ഗുപ്തയാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൌൺസിലിന്റെ സിഇഒ. ഇനി രണ്ടാമത്തത്, ഇന്ത്യയിലെ ആദ്യ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് ഗുജറാത്തിലെ ആനന്ദിലാണ്. ഇന്ത്യയിലെ ആദ്യ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് ഗുജറാത്തിലെ ആനന്ദ്. അടുത്തത്, ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കാൻ റെയിൽവേ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് റെയിൽ വൺ. ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കാൻ റെയിൽവേ ആരംഭിച്ച മൊബൈൽ ആപ്പ് റെയിൽ വൺ ആണ്. ദോസ്ത് എന്നൊരു ആപ്ലിക്കേഷനും കൂടി ഉണ്ട്, അത് ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ബ്രസീലിലെ റിയോ ഡി ജനീറോ. 2025 നടക്കുന്നത് 17ാമത് ബ്രിക്സ് ഉച്ചകോടിയാണ്. അതിന്റെ വേദി ബ്രസീലാണ്, റിയോ ഡി ജനീറോ. പാമ്പുകടി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളുകളിൽ വനം വകുപ്പ് നേതൃത്വം നൽകിയ പദ്ധതിയാണ് സർപ്പപാഠം. സർപ്പപാഠം എന്ന് പറയുന്ന പദ്ധതി സ്കൂളുകളിലാണ് നടപ്പാക്കിയത്. ആരാണ്? വനം വകുപ്പാണ് നടപ്പിലാക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് കോർപ്പറേഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ പുതിയ പേര് സാവിത്രിബായ് ഫൂലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് കോർപ്പറേഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ പുതിയ പേര് സാവിത്രിബായ് ഫൂലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്താനുള്ള നിർമ്മിത ബുദ്ധി AI സംവിധാനമാണ് ശുചിത്വ ഐ. ഈ ശുചിത്വ ഐ വികസിപ്പിച്ചത് LBS കാസർഗോഡും LBS പൂജപ്പുരയിൽ നിന്നാണ് കേട്ടോ. അടുത്തത്, ക്രൊയേഷ്യയിൽ നടന്ന ഗ്രാൻഡ് പ്രീ ചെസ് ടൂറിലെ റാപ്പിഡ് വിഭാഗത്തിൽ കിരീടം നേടിയത് ഡി ഗുഗേഷ് ആണ്. ക്രൊയേഷ്യയിൽ നടന്ന ഗ്രാൻഡ് പ്രീ ചെസ് ടൂറിലെ റാപ്പിഡ് വിഭാഗത്തിൽ കിരീടം നേടിയത് ഡി ഗുഗേഷ്. പിന്നെ പ്രജ്ഞാനന്ദ ലോകത്തിലെ തന്നെ 4ാം സ്ഥാനത്താണ് ചെസ്സിൽ, ഇന്ത്യയിൽ 1ാം സ്ഥാനത്തും. ഇന്ത്യൻ നാവികസേന കമ്മീഷൻ ചെയ്ത റഷ്യൻ നിർമ്മിത കപ്പലാണ് INS തമാൽ. സംസ്ഥാനത്തെ ആദ്യ AI റോബോട്ടിക് ഗവേഷണ കേന്ദ്രം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ പ്രവർത്തനം തുടങ്ങിയത് നെടുവത്തൂർ, കൊട്ടാരക്കരയിലാണ് നെടുവത്തൂര്. 24ാമത് അന്താരാഷ്ട്ര മാനസികാരോഗ്യ സമ്മേളന വേദി തായ്ലൻഡ്. മെന്റൽ ഹെൽത്ത് അവാർഡ് ലഭിച്ചത് സൈമ വസേദിനാണ്. കരളിലെ ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ച സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ബംഗളൂരു. 21ാമത് പി കേശവദേവ് സ്മാരക ട്രസ്റ്റിന്റെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹരായത് ശശി തരൂർ, പിന്നെ ഡോക്ടർ ബൻഷി സാബു. ഡൈബ് സ്ക്രീൻ പുരസ്കാരമാണ് ഡോക്ടർ ബൻഷി സാബുവിന് ലഭിച്ചത്. ഹിന്ദു കുടുംബങ്ങളിലെ പൂർവിക സ്വത്തിൽ കേരളത്തിലെ പെൺകുട്ടികൾക്കും തുല്യാവകാശം ഉറപ്പിച്ചു കോടതി. 2005 ഹിന്ദു പിന്തുടർച്ചാവകാശ ഭേദഗതി പ്രകാരം 2004 ഡിസംബർ 20 ശേഷം മരിച്ചവരുടെ സ്വത്തുക്കളിൽ പെൺമക്കൾക്കും തുല്യാവകാശമുണ്ടെന്ന് കേരള ഹൈക്കോടതി. സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് 35% സംവരണം ഏർപ്പെടുത്തിയ സ്റ്റേറ്റ് ബീഹാർ. ബ്രസീലിന്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കോളർ ഓഫ് ദി നാഷണൽ ഓർഡർ ഓഫ് ദി സദേൺ ക്രോസ് ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ ആദ്യ ഇന്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്റർ കമ്പിക്കകം, തിരുവനന്തപുരം. 2026 റഷ്യയുടെ സോയൂസ് MS-29 പേടകത്തിൽ ബഹിരാകാശത്തേക്ക് പോകാൻ തയ്യാറാകുന്ന മലയാളി അനിൽ മേനോൻ. 2026 റഷ്യയുടെ സോയൂസ് MS-29 പേടകത്തിൽ ബഹിരാകാശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന മലയാളിയാണ് അനിൽ മേനോൻ. ആൻസി ക്രിസ്റ്റൽ അവാർഡ് നേടിയ മലയാളി സുരേഷ് ഏറിയാട്ട്. ആനിമേഷൻ ഓസ്കാർ എന്നാണ് ആൻസി ക്രിസ്റ്റൽ അവാർഡ് അറിയപ്പെടുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം നേടിയത് പി ധർമ്മജൻ. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം ലഭിച്ചത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീജിത്ത് മുത്തേടത്തിനാണ്. പെൻഗിനുകളുടെ വൻകരയിൽ എന്ന കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ദയാവധത്തിന് നിയമസാധുത നൽകുന്ന ബില്ലിന് അംഗീകാരം നൽകിയത് ബ്രിട്ടീഷ് പാർലമെന്റ് ജനസഭയാണ്. കോടതി മുറികളിൽ BR അംബേദ്കറിന്റെ ചിത്രം നിർബന്ധമാക്കിയ സ്റ്റേറ്റ് കർണാടക. കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം ലഭിച്ചത് KV രാമകൃഷ്ണൻ, ഏഴാച്ചേരി രാമചന്ദ്രനുമാണ്. താങ്ക് യു.